ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, 2 ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസികൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ വീഡിയോയ്ക്ക് താഴെയായിട്ട് നമുക്ക് കമൻറ്റൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുന്ന ഒരു മെത്തേഡ് വീഡിയോ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് Wazirx വഴി ബാങ്കിലേക്ക് പണം വിഡ്രോ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ട്രസ്റ്റ് വാലറ്റിൻ്റെയും അതുപോലെ തന്നെ Wazirxൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. താഴെയായിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് എ ന്യൂ വാലറ്റും ഐ ഓൾറെഡി ഹാവ് എ വാലറ്റും. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന 2ാമത്തെ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പേ എന്താണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രസ്റ്റ് വാലറ്റ് സാധാരണ മറ്റേതെങ്കിലും എക്സ്ചേഞ്ചുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. Wazirx ആയി കഴിഞ്ഞാലും ബിനാൻസ് അക്കൗണ്ട് അതുപോലെ കോയിൻ സ്വിച്ച് ആയി കഴിഞ്ഞാലും KYC കംപ്ലീറ്റ് ചെയ്യാതെ നമുക്കതിൻ്റെ അകത്ത് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാനും സെല്ല് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. എന്നാൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ അകത്ത് നമുക്ക് KYC ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ ബൈ ചെയ്യാനൊക്കെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ട്രസ്റ്റ് വാലറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്രിപ്റ്റോ കറൻസികൾ മൈനിങ് ചെയ്തിട്ട് ട്രസ്റ്റ് വാലറ്റിലേക്ക് സേവ് ചെയ്ത് വെക്കാനാണ് കൂടുതൽ ആളുകളും ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ നമുക്ക് എയർ ഡ്രോപ്പ് വരാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ക്രിപ്റ്റോ കറൻസികളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് ട്രസ്റ്റ് വാലറ്റിൻ്റെ അകത്താണ്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻഷോട്ടോ എടുക്കാൻ സാധിക്കത്തില്ല. കുറച്ച് കോഡുകൾ വഴിയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന ക്രിയേറ്റ് ന്യൂ വാലറ്റ് സെലക്ട് ചെയ്യുക. 2ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഐ ഓൾറെഡി ഹാവ് എ വാലറ്റ്, ഈ ഒരു കാര്യം യൂസ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് കോഡുകൾ വരുന്നതായിരിക്കും. ഈ ഒരു കോഡുകൾ വഴിയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. മറ്റുള്ള വാലറ്റുകളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഇമെയിലോ മൊബൈൽ നമ്പറോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന കോഡുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റിക്കവറി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡിന്റെ ആവശ്യമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് 2ാമതായിട്ട് കാണുന്ന ഷോ QR. ഈ ഒരു ഭാഗവും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും 2ാമതായിട്ട് ഐ ഹാവ് എൻ ഓൾറെഡി അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കോപ്പി, അതായത് ഈ ഒരു ലെറ്റേഴ്സും ഈ ഒരു QR കോഡും വഴി നമുക്ക് വീണ്ടും അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മറ്റാർക്കെങ്കിലും ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മറ്റാർക്കെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു കോപ്പി ബട്ടൺ അമർത്തിയിട്ട് ഇവിടെ കാണുന്ന എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഡുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഷോ QR കോഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങളതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും 1 മുതൽ 12 വരെ നമുക്കിവിടെ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഓരോ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. 1, 2, 3 ഡച്ച്, റിലീസ് തുടങ്ങിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതേ ഓർഡറിൽ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങളത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൾറെഡി അത് വാട്സപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം താഴെയായിട്ട് കാണുന്ന കണ്ടിന്യൂ ബട്ടൺ അമർത്തുക.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ കണ്ടിട്ടുള്ള ലെറ്റേഴ്സ് ആ ഒരു ഓർഡറിലല്ല കാണുന്നത്, പല ഓർഡറിലായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി അത് കോപ്പി ചെയ്ത് വച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് എങ്ങനെയാണോ ലഭിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ബേസിൽ ഈ ഒരു ലെറ്റേഴ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഞാൻ ലെറ്റേഴ്സ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ജിമ്മ്, ചിയേഴ്സ്, ഡച്ച് തുടങ്ങിയവയാണ് ഇവിടെ ഓർഡറിലായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജിമ്മ്, ഡച്ച്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതേ ഓർഡറിൽ നമ്മൾ എൻ്റർ ചെയ്തത് കാരണം തന്നെ ഇവിടെ നമുക്കിവിടെ വന്നിട്ടുണ്ട് വെൽ ഡൺ. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഡൺ എന്നുള്ള ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു വാലറ്റ് നമുക്കിവിടെ പൂർത്തിയായിട്ട് വരുന്നതായിരിക്കും. വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പോപ്പപ്പ് മെസ്സേജ്, യുവർ വാലറ്റ് വാസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. ഇവിടെ ഡണ്ണ് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്താൽ മതി. നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. വാലറ്റിന്റെ രജിസ്ട്രേഷൻ മുഴുവനായിട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ ഇനി കാണാൻ സാധിക്കുക. ഇവിടെയാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രസ്റ്റ് വാലറ്റിൽ നിന്നും വസീറെക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. വസീറെക്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ KYC മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ബാങ്കിലേക്ക് കാശ് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ മാർക്കറ്റൊക്കെ ഡൗൺ ആയത് കാരണം തന്നെ BTC ഒക്കെ ഇപ്പോൾ ഇടിഞ്ഞിട്ടാണുള്ളത്. ട്രസ്റ്റ് വാലറ്റിലെ ആ ഒരു ട്രോൺ കോയിൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് വലതുവശത്ത് കാണാൻ സാധിക്കും ഫണ്ട്സ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് മുകളിലായിട്ട് നമുക്കൊരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നമുക്ക് ഏത് കോയിനാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു കോയിൻ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാം. ഇവിടെ ട്രോൺ TRX കോയിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു കോയിനിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു QR കോഡ് കിട്ടും. അതുപോലെ തന്നെ താഴെയായിട്ടൊരു ലിങ്കും കിട്ടുന്നുണ്ട്. ഈ ഒരു ലിങ്ക് നമ്മളിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തന്നെ നിങ്ങളുടെ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് പോവുക. ശേഷം ഈ ഒരു ട്രോൺ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ സെൻഡ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഈ ഒരു സെൻഡ് അമർത്തിയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും റിസീപ്മെൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വസീറെക്സിൽ നിന്നും കോപ്പി ചെയ്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എത്ര എമൗണ്ട് ആണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു ട്രോൺ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ മുകളിലായിട്ട് കാണാൻ സാധിക്കും കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ്റെ ഒരു കൺഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. ശേഷം എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന സെൻഡ് ബട്ടൺ അമർത്തുക. അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്കിവിടെ വരുന്നതായിരിക്കും. താഴെയായിട്ട് കാണാൻ സാധിക്കും പെൻഡിങ് ട്രാൻസാക്ഷൻ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് സക്സസ്ഫുള്ളി ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വസീറെക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വസീറെക്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു TRX ഇവിടെ വന്നിട്ടുണ്ട്. മുകളിലായിട്ട് കാണാൻ സാധിക്കും ഒരു TRXന് 6.16 രൂപയാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കുറേ TRX ഒക്കെ ഉണ്ടെങ്കിൽ വിഡ്രോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പേ KYC കംപ്ലീറ്റ് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ട്രസ്റ്റ് വാലറ്റിൽ നിന്നും കോയിൻസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കോയിൻസുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചധികം ഫീ ആയിട്ട് ഇവർ ഒരു എമൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 3 കോയിൻസ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഒരു കോയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ആ ഒരു കോയിന് തന്നെ അവർ ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, വസീറെക്സ് വഴി എങ്ങനെ വിഡ്രോ ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റിലേക്ക് നമുക്ക് കോയിൻ റിസീവ് ചെയ്യുക എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഒന്ന് വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.